ഒരു ലോണിൻ്റെ എമൗണ്ടുകൾ ബാക്കി കണ്ടീഷൻസൊക്കെ തന്നാൽ അതിൻ്റെ EMI ഓരോ പേയ്മെൻറ്റുകളിലും അതിൻ്റെ പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ്, ബ്രേക്കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എക്സൽ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു മെത്തേഡ് ആണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ലോൺ എമൗണ്ട് ഒരു 1,50,000 രൂപ, 1.5 lakhs. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 12% എടുക്കാം. പിന്നെ ടെന്യൂർ, ലോണിൻ്റെ റീപേയ്മെൻറ്റ് കാലാവധി എന്ന് പറയുന്നത് 18 മാസം. ഇത് റീപേയ്മെൻറ്റ് ടെന്യൂർ എപ്പോഴും മന്ത്സിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ പ്രോപ്പർലി വർക്കാവുന്നതിന് വേണ്ടി മന്തിലാണ് പറയേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് പേഴ്സൻറ്റേജിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ആക്കണം. ഒരു പേഴ്സൻറ്റേജിനെ റിയൽ നമ്പറിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ 12 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.12 കിട്ടും. അതിനെ ഒരു മാസത്തേക്ക് കൺവേർട്ട് ചെയ്യുക. 0.12 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ റിയൽ നമ്പേഴ്സ്. ഇതിനെ ഫോർ എ മന്ത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? C2 ഡിവൈഡഡ് ബൈ 12 മന്ത്. അതായത് നോർമലി ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഒരു വർഷത്തേക്കാണ് പറയുക. നമ്മളതിനെ ഒരു മാസത്തിലേക്കാക്കി ഇൻ റിയൽ നമ്പേഴ്സ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.01 കിട്ടും. ഇനി ഈ ലോണിൻ്റെ EMI ഒരു എക്സൽ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇസ് ഈക്വൽ ടു PMT എന്ന ഫോർമുലയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. PMT. എന്നിട്ട് PMT അടിച്ചിട്ട് ആദ്യം കൊടുക്കേണ്ടത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എ മന്ത് 0.01 നമ്മൾ മുകളിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ 0.01 കൊടുക്കുക, കോമ. അതിൻ്റെ കാലാവധി റീപേയ്മെൻറ്റ് ടെന്യൂർ എത്രയാണെന്നുള്ളത് ഇൻ മന്ത്സിൽ കൊടുക്കുക, 18. പിന്നെ അതിൽ കൊടുക്കേണ്ടത് ഒറിജിനൽ ലോൺ എമൗണ്ട് എത്രയാണെന്നുള്ളത് 1,50,000. ഈ വാല്യൂസൊക്കെ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ മുകളിൽ കൊടുത്തേക്കുന്ന കോളത്തിലേക്കുള്ള റെഫറൻസ് ആയിട്ടോ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ കിട്ടുന്ന ഈ വാല്യൂ ആയിരിക്കും അതിൻ്റെ മന്ത്ലി EMI വരുന്നത്. നമുക്ക് ഡെസിമൽസ് ഒരു 2 ഡെസിമൽസിലേക്ക് ചെയ്യാം, ഹൺഡ്രഡ്സിലേക്ക് ആക്കിയാൽ. അപ്പോൾ 9,147.31 EMI. ഇനി അത് ശരിയാണോ എന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽഡ് ടേബിളിലൂടെ ചെക്ക് ചെയ്യാം. ഓപ്പണിംഗ് ഒറിജിനൽ ലോൺ എമൗണ്ട് കൊടുക്കുക 1,50,000. പിന്നെ ഇൻട്രസ്റ്റ്, ഈ ഇൻട്രസ്റ്റ് കോളം വർക്കൗട്ട് ചെയ്യേണ്ടത് ഓരോ മാസത്തേക്കാണ്. അപ്പോൾ ഒറിജിനൽ ഓപ്പണിംഗ് എമൗണ്ട് 1,50,000ലേക്ക് ലിങ്ക് കൊടുക്കുക. അത് ഏത് കോളത്തിലാണ്? A13 ആണ് കോളം. അതേ ഇൻറ്റു മുകളിൽ പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ D2ലാണ് ഇൻട്രസ്റ്റ് റേറ്റ് റെഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് D2 റെഫറൻസ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 0.01 അടിച്ചാലും മതി. എൻ്റർ അടിക്കുക. 1,500 രൂപയാണ് 1,50,000 രൂപയുടെ ഒരു മാസത്തെ ഇൻട്രസ്റ്റ്. ഓക്കെ. പിന്നെ EMI നമ്മൾ മുകളിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 9147.31. ഓക്കെ. അത് മുകളിൽ മൈനസ് വരുന്നത് ഈ ഇക്വേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. EMI എന്ന് പറയുമ്പോൾ നമ്മുടെ ഫണ്ട് ഔട്ട്ഫ്ലോ ആയതുകൊണ്ടാണ് മൈനസ് കാണിക്കുന്നത്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പിന്നെ EMI കാണിക്കുക. ഇനി പ്രിൻസിപ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 9,147.31. അത്രയും എമൗണ്ട് നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിങ് സ്ഥാപനത്തിലേക്ക് തിരിച്ചടയ്ക്കുമ്പോൾ അതിൽ 1,500 രൂപ ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റിലേക്കാണ് ക്രെഡിറ്റ് ആവുക. ബാക്കി എമൗണ്ടാണ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോവുക. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ C13 എന്ന് പറഞ്ഞാൽ EMI എമൗണ്ട് മൈനസ് B13 കൊടുക്കുക, ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 7,647.31 ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോവുക. ലാസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് ക്ലോസിങ്, ആ മന്ത് എൻഡിലെ ക്ലോസിങ് എങ്ങനെ കണ്ടുപിടിക്കും? ഒറിജിനൽ ലോൺ എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു? ഓപ്പണിങ്ങിൽ 1,50,000. 1,50,000 എന്ന് പറയുന്നത് A13 കോളമാണ്. അതിൽ നിന്ന് മൈനസ് ഈ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് നമ്മൾ എത്ര അടച്ചു അതാണ് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അത് D13. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 1,42,000. ഈ എമൗണ്ടാണ് ഫസ്റ്റ് മന്തിലെ ക്ലോസിംഗ് ബാലൻസ്. സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് സെയിം തന്നെയായിരിക്കും, E13.
ഈ 13 കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലുള്ള ഇക്വേഷൻ ഇത് ഫുൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+C Ctrl+V അടിച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് കോളം ഫില്ലാവുന്നില്ല. ഇൻട്രസ്റ്റ് കോളം ഫില്ലാവാത്തത് ഇക്വേഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മുകളിൽ കോളം റെഫറൻസ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ കോളം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് 0.01 എന്നാക്കി കൊടുത്താൽ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി ഈ കോളം ഇത് മുഴുവനായി സെലക്ട് ചെയ്യുക. Ctrl+C അടിച്ചിട്ട് എത്ര നാളത്തേക്കാണ് നമ്മുടെ റീപേയ്മെൻറ്റ്? 18 മാസത്തേക്ക്. അപ്പോൾ ഓൾറെഡി 2 മാസം മുകളിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് താഴെ ബാക്കി 16 മാസത്തേക്കുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. 14 മുതൽ 16, അപ്പം 30 വരെയുള്ള കോളം സെലക്ട് ചെയ്യുക. Ctrl+V അടിക്കുക. ഓക്കെ, അപ്പോൾ ആ ലോണിൻ്റെ ഓരോ മാസത്തെ EMI എല്ലാ മാസവും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും ഡിമിനിഷിങ് മെത്തേഡിലാണ് കൂടുതൽ ലോണുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അത് കുറഞ്ഞു വരും. അങ്ങനെ ഈ മന്ത് എൻഡ് ആകുമ്പോൾ ബാലൻസ് 0.06 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, റൗണ്ടിങ് ഡിഫറൻസ് ആണ്. അങ്ങനെ 18 മാസം കഴിയുമ്പോൾ നമ്മുടെ ലോൺ പൂർണ്ണമായിട്ടും ക്ലോസ് ആവും. ഇതാണ് എക്സലിൽ ഇതിൻ്റെ ഒരു ലോണിൻ്റെ കംപ്ലീറ്റ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ.